അണ്ണൻ കാരണം എവിടെയും തലകുനിച്ച് നിൽക്കേണ്ടി വരരുത് എന്ന് അഖിൽ മാരാരുടെ ഭാര്യ പറയുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അണ്ണൻ കാരണം തലകുനിച്ച് നടക്കേണ്ടി വരരുത്. അണ്ണൻ ഒരു സംഭവമാണ്, പ്രസ്ഥാനമാണ്, ബുദ്ധിജീവികളിൽ ബുദ്ധിജീവിയാണ് എന്നൊക്കെ വിശ്വസിക്കാനുള്ള ആ ഭാര്യയുടെ ആഗ്രഹത്തെ ഞാൻ കുറ്റം പറയില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ അണ്ണനൊരു തോൽവിയാണ്. താനൊരു തോൽവിയാണെന്ന് സ്വയം തിരിച്ചറിയാനുള്ള ബോധം പോലും ഇല്ലാത്തതിനാൽ എന്തൊക്കെ വിഡ്ഢിത്തം വിളമ്പിയാലും മൂപ്പർ തല ഉയർത്തി തന്നെ നിൽക്കും. ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഭാര്യയുടെ ആഗ്രഹം സഫലമായിക്കൊള്ളും. അണ്ണന്റെ ഏറ്റവും പുതിയ വിഡ്ഢിത്തം നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അഖിൽ മാരാർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിഡ്ഢിത്തങ്ങൾ ഏറ്റവും ആത്മവിശ്വാസത്തോടെ തട്ടിവിടുക എന്നതാണ് അയാളുടെ വ്യക്തിത്വം. ഒരുപക്ഷെ താൻ പറയുന്നത് വിഡ്ഢിത്തമാണെന്ന് വളർന്നു വരുന്ന പ്രായത്തിലൊന്നും ആരും അയാളോട് പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിയുമ്പോൾ സാധാരണ പങ്കാളികൾ നമ്മുടെ ഇത്തരം മണ്ടത്തരങ്ങളെയൊക്കെ തിരുത്താറുണ്ട്. ഇവിടെ അതും ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലൊക്കെ തന്നെ സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രക്രിയയായിരുന്നു പണ്ട് പ്രസവം എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ആ എൻജോയ്മെന്റ് അനുഭവിച്ച് പ്രസവിച്ച സ്ത്രീകളും അത് കണ്ടുനിന്ന ചില ഭർത്താക്കന്മാരും പിന്നെ ഗൈനക്കോളജിസ്റ്റായി ഇതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചിലരുമൊക്കെ അങ്ങ് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികം. പക്ഷെ അനുഭവിച്ചവരെക്കാളും അറിവ് തനിക്കുണ്ടെന്ന് ഭാവിക്കുന്ന അഖിൽ മാരാറിനെ തിരുത്താൻ ഇവർക്കാകില്ല എന്ന സത്യം അവർ മറന്നു. ഈ പ്രതികരണങ്ങളൊക്കെ കണ്ടപ്പോൾ അണ്ണന്റെ സ്ഥിരം അടവെടുത്തു. പറഞ്ഞത് മാറ്റി പറയൽ, പ്രതികരിച്ചവരെ കളിയാക്കൽ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങൾക്ക് വിവരമില്ലാഞ്ഞിട്ടാണ് എന്ന സ്ഥിരം പരിപാടി തന്നെ. അങ്ങനെ അണ്ണൻ വീണ്ടും സ്ത്രീകളെ പ്രസവത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു പോസ്റ്റ് ഇട്ടു. എന്താ ചെയ്യുക, എല്ലാം നമ്മുടെ അണ്ണൻ തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പോൾ സ്ത്രീകളെ കേട്ടോളൂ, ഇതാണ് അണ്ണന്റെ പോസ്റ്റ്. പ്രസവം എന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന ഉദാത്തമായ ഒരു ക്രിയയാണ്. അത് എൻജോയ് ചെയ്യണമെങ്കിൽ താൻ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന ചിന്തയും അതിലൂടെ ലഭിക്കുന്ന ആത്മനിർവൃതിയും ആ സ്ത്രീക്ക് ഉണ്ടാകണം. അല്ല, അണ്ണൻ എന്തായി പറഞ്ഞു വരുന്നത്? ഈ ആത്മനിർവൃതി ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ പ്രസവമൊക്കെ കോംപ്ലിക്കേറ്റഡ് ആകുന്നത് എന്നാണോ? വല്ലാത്തൊരു ആത്മനിർവൃതി തന്നെ. അല്ലേലും ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് പണ്ടത്തെ പോലെ ആത്മനിർവൃതി ഇല്ല. അതൊക്കെ പണ്ടത്തെ പെണ്ണുങ്ങൾ. എന്താ ഒരു ആത്മനിർവൃതി? അപ്പൊ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് പിന്നെ എന്താണുള്ളത്? അത് അണ്ണൻ പറഞ്ഞിരുന്നുണ്ട്. വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്റെ സൗന്ദര്യം നശിപ്പിക്കും, ഇനി ഈ നാശത്തെ ഞാൻ പ്രസവിച്ചാൽ എന്താകും എന്റെ ജീവിതം എന്ന ചിന്തയുമായി സ്ത്രീ രൂപങ്ങളായി ജീവിക്കുന്ന നികൃഷ്ട ജന്മങ്ങളെയും പുരോഗമനത്തിന്റെ പേരിൽ കുടുംബം ഇല്ലാതാക്കാൻ നടക്കുന്ന ജനങ്ങളെയും കുറിച്ചാണ് അടുത്ത പാരഗ്രാഫ്. വെറുതെയല്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കെല്ലാം പ്രസവം ഇത്ര വേദന, ഇതൊക്കെയല്ലേ മനസ്സിൽ. അടുത്തതിന്റെ അടുത്ത പാരഗ്രാഫിൽ അതിലും വലിയൊരു കോമഡി ഉണ്ട്, വായിക്കാം. ഗർഭകാലത്തുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ ഒരു പെൺകുട്ടിയെ മാനസികമായി ബാധിക്കും. അതിനെ ലഘൂകരിക്കുന്നത് ചുറ്റിലുമുള്ളവർ നൽകുന്ന കരുതലാണ്. ആരാണ് ആ ചുറ്റുമുള്ളവർ? മറ്റാര്? അഖിലേട്ടനെ പോലുള്ളവർ തന്നെ. എന്റെ അമ്മൂമ്മ ഒലക്ക കൊണ്ട് ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല എൻജോയ് ചെയ്ത് മുക്കാബല പാടി പ്രസവിച്ചതാ. നിനക്ക് വേദനയുണ്ടെങ്കിൽ അതിന്റെ കാരണം നീ വയറ്റിലുള്ള കുട്ടിയെ നാശമായി കരുതുന്നത് കൊണ്ടാണ് എന്ന് പറയുന്ന അഖിലേട്ടന്മാരുടെ കരുതൽ അത് വല്ലാത്തൊരു കരുതലാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ പോസ്റ്റ് ഗർഭിണികളെ കാണിക്കാതിരിക്കുക എന്നതാണ് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കരുതൽ. ട്രിഗർ ചെയ്യുന്ന പല മണ്ടത്തരങ്ങളും ഒന്നിനു പുറകെ ഒന്നായി എഴുതി കൂട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത വളരെ മഹത്തായ ഒരു കണ്ടുപിടുത്തം. നോക്കുമോളെ, നമ്മുടെ നബീസുമ്മ 10 പ്രസവിച്ചിട്ടും അരിയാട്ടി വെച്ചിട്ടാണ് പോയത് എന്നൊക്കെ അഖിലേട്ടനെ പോലെ നല്ലവരായ ആളുകൾ പറയുന്നത് ഗർഭിണികളുടെ ടെൻഷൻ കുറയ്ക്കാനാണത്രേ. അതുകൊണ്ട് നുണ പറയണം, മറ്റെല്ലാ പെണ്ണുങ്ങളും ഇതൊക്കെ ഈസിയായി ചെയ്യുന്നതാണ് എന്നൊരു ബോധം എല്ലാ പെണ്ണിലും ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിലും നമ്മുടെ സൊസൈറ്റി കാലാകാലമായി അത് ചെയ്യുന്നുണ്ട്. താൻ മാത്രമാണ് കൊള്ളില്ലാത്തവൾ, വേദന സഹിക്കാൻ പറ്റാത്തവൾ എന്നൊരു ചിന്ത ഓരോ പെണ്ണിലും ഇട്ടുകൊടുക്കുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താണ്? എന്നാലല്ലേ പെണ്ണുങ്ങൾ പ്രസവിക്കൂ, ലോകം നിലനിൽക്കൂ. അണ്ണന് ലോക കാര്യത്തിലുള്ള ശ്രദ്ധ കണ്ടില്ലേ? ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. എന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ പ്രസവ വേദനയെ കുറിച്ച് ഭാര്യ മിഡ്വൈഫിനോട് ചോദിച്ചപ്പോൾ മിഡ്വൈഫ് പറഞ്ഞത് യു വിൽ സർവൈവ് ഇറ്റ് എന്നാണ്. അതായത് വേദനയുണ്ടാകില്ല, പേടിക്കേണ്ട എന്നല്ല, അതിജീവിക്കും എന്നാണ്. ആ സമയത്തെ പ്രശ്നങ്ങളെയും വേദനയെയും എല്ലാം അക്നോളജ് ചെയ്തുകൊണ്ടുള്ളതാണ് ആ പറച്ചിൽ. സ്ത്രീകൾ അനുഭവിക്കുന്നതിനെ നിസാരമാക്കി കളഞ്ഞുകൊണ്ടുള്ള മാരാർ മോഡൽ ആശ്വസിപ്പിക്കൽ ഒരു വല്ലാത്ത ആശ്വസിപ്പിക്കൽ തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് താൻ പറഞ്ഞത് വെളുപ്പിക്കാൻ മരുന്ന് മാഫിയ, ആശുപത്രികളുടെ പണക്കൊതി, അങ്ങനെ പലതും പറഞ്ഞ് താൻ പറഞ്ഞ മണ്ടത്തരത്തെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ് പോസ്റ്റ് മുഴുവൻ. അതിനിടയ്ക്ക് നോർത്ത് ഇന്ത്യയിലെ സ്ത്രീകളുടെ പ്രശ്നം കേരളത്തിലെ സ്ത്രീകൾക്ക് അറിയുക പോലുമില്ല എന്ന വിഷയത്തിൽ ഒരു തമാശ പോലെ പറഞ്ഞതാണ് ഇപ്പൊ നിങ്ങൾ വളച്ചൊടിക്കുന്നത് എന്നൊരു സെന്റൻസും കണ്ടു. അപ്പൊ മൂപ്പർ ഇതൊക്കെ ഒരു തമാശയായി പറഞ്ഞതാണ്. ഏത്? പെണ്ണുങ്ങൾ പണ്ടൊക്കെ എൻജോയ് ചെയ്താണ് പ്രസവിച്ചത് എന്നത്. എന്നിട്ട് അത് കേട്ടിട്ട് പെണ്ണുങ്ങളൊക്കെ കൊലച്ചിരിയാണ് ചിരിച്ചത്. ഇതൊന്നും പോരാഞ്ഞ് ന്യായീകരിച്ചത് അത്രയ്ക്ക് ഏറ്റുകാണുമോ എന്നൊരു സംശയത്തിൽ ഒരു NB കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നിനെയും ഭയക്കാതെ മനസ്സിന് കരുത്ത് പകർന്ന് ജീവിക്കാൻ ശ്രമിക്കൂ, ജീവിതം ആസ്വദിക്കാൻ കഴിയും എന്നതാണ് ആ വചനം അഥവാ സാരാംശം. ഇതിനു വേണ്ടിയാണ് അണ്ണൻ ആ തമാശ പറഞ്ഞത്. ഈ സാരാംശം പെണ്ണുങ്ങളിൽ എത്തിക്കാം. എന്നിട്ടാണ് ഇപ്പോ എല്ലാവരും കൂടെ അണ്ണന്റെ മേക്കിട്ട് കയറുന്നത്. പറയുന്ന പലതിലും കൺസിസ്റ്റൻസി ഇല്ലെങ്കിലും മാറ്റി മാറ്റി പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നതിൽ ഒരു ഉളുപ്പും ഇല്ലെങ്കിലും മൂപ്പർ കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്ന ഒരു കാര്യം സ്ത്രീകളോടുള്ള ഈ മനോഭാവം തന്നെയാണ്. ഉദാഹരണത്തിന് അഖിൽ മാരാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു,
സ്ത്രീകൾ പണ്ടൊക്കെ പ്രസവം എൻജോയ് ചെയ്തിരുന്നു എന്ന് അതിനെ ആളുകൾ ചോദ്യം ചെയ്യുന്നു. ഉടനെ അടുത്തത് വരുന്നു, പണ്ടൊക്കെ സ്ത്രീകൾ ആത്മനിർവൃതിയോടെയാണ് പ്രസവത്തെ കണ്ടിരുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ സൗന്ദര്യം പോകുമോ എന്ന പേടിയാണ്, പ്രസവിക്കാൻ താല്പര്യമില്ല, കുഞ്ഞിനെ നാശമായാണ് കാണുന്നത്. അരിയാട്ടിക്കൊണ്ട് നബീസുമ്മ പ്രസവിച്ച കഥ പറയുന്നത് പെണ്ണുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനാണ്. അങ്ങനെ കുറെ വാദങ്ങൾ. അതായത് മാരാരുടെ സങ്കല്പത്തിൽ പണ്ട് 16-18 വയസ്സിൽ സ്വന്തം ശരീരത്തെക്കുറിച്ചോ കുട്ടിയുണ്ടായതിനു ശേഷം ശരീരത്തിൽ, ജീവിതത്തിൽ മാനസികമായൊക്കെ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചോ യാതൊരു ധാരണയുമില്ലാതെ സ്ത്രീകൾ പ്രസവിക്കേണ്ടി വന്നതിനെ അങ്ങ് മഹത്വവൽക്കരിക്കുകയും ഇന്ന് സ്വന്തം ശരീരത്തെക്കുറിച്ചും അതിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും കുട്ടിയുണ്ടായതിനു ശേഷം ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ചും മാനസികമായ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാനും അറിയാനും സ്വയം തീരുമാനമെടുക്കാനും ശ്രമിക്കുന്ന സ്ത്രീകളെ വില്ലത്തിയാക്കുകയും ചെയ്യുന്ന പതിവ് ടിപ്പിക്കൽ കുലപുരുഷ രീതി. ഇതാണ് ശരിക്കും അഖിൽമാര ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല ഇതുവരെ. ഇയാളുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാനൊരു കമന്റ് കണ്ടു. അതിങ്ങനെയാണ്: പണ്ട് കാലത്ത് പ്രസവം മാത്രമല്ല സ്ത്രീകളെയും വളരെ നിസാരവും തമാശയുമായിട്ടാണ് കണ്ടിരുന്നത്. ഇന്ന് അത് കുറച്ച് മാറി വരുന്നു, അത്രയേ ഉള്ളൂ എന്ന്. അപ്പൊ എന്താണ് അഖിൽമാരാറിന്റെ ഇങ്ങനെയുള്ള പ്രസ്താവനകളെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.